നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയെ തുടർന്ന് വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നടപടിയെടുത്തതിനെ ചൊല്ലി ആരോഗ്യമന്ത്രിയുമായി ഏറ്റുമുട്ടാൻ ഡോക്ടർമാരുടെ സംഘടന. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ഷാഹിദയെ സസ്പെൻഡ് ചെയ്തതിൽ രൂക്ഷ പ്രതികരണവുമായി ഡോക്ടർമാരുടെ സംഘടന KGM-CTA ആണ് രംഗത്ത് വന്നത്. ചികിത്സ വേണ്ടത് സിസ്റ്റത്തിനാണെന്നും ഒറ്റമൂലി കൊണ്ട് പരിഹാരം കാണാനാവില്ലെന്നും സംഘടന പറഞ്ഞു. അന്വേഷണം പൂർത്തിയാകും മുൻപുള്ള സസ്പെൻഷൻ അംഗീകരിക്കാനാവില്ല. സിസ്റ്റം ഇങ്ങനെയെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് 10 വർഷമായി പറയുന്നു. ആശുപത്രികളിൽ ജോലി ചെയ്യുന്നത് മന്ത്രിയല്ല, ഡോക്ടർമാരാണ്. ആശുപത്രികളിലെ കുറവറിയുന്നത് ഞങ്ങൾക്കാണെന്നും എല്ലാ സൗകര്യവും ഉണ്ടെന്നാണോ കരുതുന്നതെന്നും ഇവർ ചോദിച്ചു. ആരോഗ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണോ എന്നും ഡോക്ടർമാർ ചോദിച്ചു. ഒരിക്കൽ പോലും കുറവുകൾ പരിഹരിക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ടില്ല. പരിമിതികൾ സഹിച്ച് ഇനി ജോലി ചെയ്യാനില്ലെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. സിസ്റ്റത്തിന്റെ പരാജയം ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് തലപ്പത്തിരിക്കുന്നവരാണെന്നും ഡോക്ടർമാർ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയതിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയതും വാതിൽക്കൽ റീത്ത് വെച്ചതും പോലീസിനും നാണക്കേടായി. മന്ത്രിക്കെതിരെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിട്ടും പോലീസ് വേണ്ടത്ര സുരക്ഷ ഏർപ്പെടുത്തിയില്ല എന്ന ആക്ഷേപമുണ്ട്. വീടിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒടുവിൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധ സമയത്ത് മന്ത്രി വസതിയിലുണ്ടായിരുന്നില്ല. സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിൽ കടന്നുകയറി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ പോര് രൂക്ഷമായി. ഇതൊന്നും കണ്ട് പേടിക്കുന്നവരല്ല മന്ത്രിമാരെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസുകാരെ പറഞ്ഞുവിട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്ന് മന്ത്രി വീണ ജോർജ് കുറ്റപ്പെടുത്തി. തീക്കളിയാണ് യൂത്ത് കോൺഗ്രസ് കളിക്കുന്നതെന്നും ആ കളി അവസാനിപ്പിക്കുന്നതാണെന്നും DYFI പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം മന്ത്രിയുടെ വീട്ടിൽ റീത്ത് വയ്ക്കാൻ ആളെ പറഞ്ഞുവിടുന്നതല്ല തന്റെ ജോലിയെന്ന് VD സതീശൻ പ്രതികരിച്ചു. പത്തനംതിട്ട ടൗൺ ഹാളിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പരിപാടിയിൽ പ്രതിഷേധം. മന്ത്രി പങ്കെടുത്ത യോഗത്തിലാണ് കോൺഗ്രസ് ജനപ്രതിനിധികളുടെ പ്രതിഷേധമുണ്ടായത്. ഇതോടെ യോഗം അലങ്കോലപ്പെടുകയായിരുന്നു. ജനറൽ ആശുപത്രി ജില്ലാ പഞ്ചായത്തിലേക്ക് മാറ്റിയതിലടക്കമായിരുന്നു മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധം LDF പ്രതിനിധികൾ പ്രതിരോധിച്ചതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി. ഇതോടെ യോഗം നിർത്തിവെക്കുകയായിരുന്നു. ഹാളിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ കൂക്കി വിളിച്ചതോടെ പോലീസ് എത്തി നിയന്ത്രിച്ചു. പ്രതിഷേധത്തിനിടെ മാധ്യമങ്ങൾക്ക് നേരെ മന്ത്രി വിമർശനം ഉന്നയിച്ചു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്തും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം നടന്നു. IIM ബാംഗ്ലൂർ മുൻ ഡയറക്ടറും ഇന്ത്യയിലെ പ്രമുഖ മാനേജ്മെന്റ് വിദഗ്ധനുമായ ആലപ്പുഴ പുളിങ്കുന്ന് കാപ്പിൽ ഷെവലിയർ പ്രൊഫസർ J. ഫിലിപ്പ് അന്തരിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട് ബാംഗ്ലൂരിൽ. IIM ബാംഗ്ലൂർ ഡയറക്ടർ, ഒബ്രോയ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ച J. ഫിലിപ്പ് 6.5 പതിറ്റാണ്ടായി മാനേജ്മെന്റ് മേഖലയിൽ വിവിധ തലങ്ങളിൽ സജീവമായിരുന്നു. ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സേവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓന്റർപ്രണർഷിപ്പ് മാനേജ്മെന്റ് സ്കൂളുകൾ, XIME ഇന്റർനാഷണൽ സ്കൂൾ എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപകനാണ്. ഇന്ന് രാജ്യത്തെ മികച്ച ബിസിനസ് സ്കൂളുകളിൽ ഒന്നാണിത്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയർ ഊരിപ്പോയി. കൂത്താട്ടുകുളം കലൂർ ബസിന്റെ മുൻവശത്തെ ടയറാണ് ഓട്ടത്തിൽ ഊരിപ്പോയത്. മുളന്തുരുത്തി കാരിക്കോട് വെച്ച് രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. ഭാഗ്യം കൊണ്ട് വലിയ അപകടം വഴിമാറി. 40ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പരിക്കില്ല. കാലപ്പഴക്കം ചെന്ന ബസ്സായതിനാലാവാം ടയർ ഊരിപ്പോകാൻ കാരണമായതെന്നാണ് ബസ് ഡ്രൈവർ MK ബിജുമോൻ പ്രതികരിച്ചത്. ഗർഭിണിയായ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ യുവാവിന്റെ അതിക്രമം. ലേബർ റൂം അടിച്ചു തകർത്ത കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിൽ റാഷിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 7:30ഓടെയായിരുന്നു സംഭവം. ലേബർ റൂമിൽ പ്രവേശിപ്പിച്ച റാഷിദിന്റെ ഭാര്യയെ അവരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇയാൾ ബഹളം വെച്ചത്. നഴ്സിംഗ് ഓഫീസർ സനിലയെ ചീത്ത വിളിക്കുകയും ലേബർ റൂമിലെ വാതിലുകളും ഫർണിച്ചറുകളും അടിച്ചു തകർക്കുകയുമായിരുന്നു. അക്രമം നടക്കുന്നതിനിടെ പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ 15,000 രൂപയുടെ നാശനഷ്ടമുണ്ടായി. നഴ്സിംഗ് ഓഫീസർ സനിലയുടെ പരാതിയിലാണ് കേസെടുത്തത്. നാടൻ പാട്ട് സംഘം സഞ്ചരിച്ച വാൻ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗായികയ്ക്ക് ദാരുണാന്ത്യം. ശനിയാഴ്ച പുലർച്ചെ കൊല്ലം ശാസ്താംകോട്ടയിലെ സിനിമാ പറമ്പിൽ വെച്ചുണ്ടായ അപകടത്തിൽ കടയ്ക്കൽ ചിതറമാടൻകാവ് ലക്ഷ്മി ഭവനത്തിൽ ലക്ഷ്മിയാണ് മരിച്ചത്. കൊട്ടാരക്കര സെന്റ് ഗ്രിഗറിയോസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് ലക്ഷ്മി. പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കോൺഗ്രസ് നേതാവ് R. രശ്മി BJPയിൽ ചേർന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. 2021 കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതു മുതൽ പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. അതേസമയം രശ്മിയുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും വഴങ്ങിയില്ലെന്നാണ് വിവരം. 2 ഉപാധികൾ രശ്മി കോൺഗ്രസിന് മുന്നിൽ വെച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ സാമ്പത്തിക ബാധ്യത പാർട്ടി തീർക്കണമെന്നും UDF അധികാരത്തിൽ വന്നാൽ ബോർഡ്, കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ഏതെങ്കിലും ഒന്ന് നൽകണമെന്നുമായിരുന്നു രശ്മിയുടെ ആവശ്യം. എന്നാൽ അനുകൂലമായ മറുപടി കോൺഗ്രസ് നേതാക്കൾ നൽകിയില്ലെന്നാണ് വിവരം. തുടർന്ന് പാർട്ടി വിടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു R. രശ്മി. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.